ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്നോ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മനസ്സിൽ ചേക്കേറിയ ഒരു സിനിമാ ഗാനത്തിലെ ഈരടികളാണ്. പരിണാമചക്രം തിരിയുമ്പോൾ നീ പത്നിയായി അമ്മയായി അമ്മൂമ്മയായി മാറും. പരിണാമചക്രം തിരിഞ്ഞപ്പോൾ പാട്ടിൽ കേട്ടതുപോലെ ഞാനൊരു പത്നിയായി, അമ്മയായി, ഇപ്പം അമ്മൂമ്മയുമായി. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന പല്ലവി കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട് സ്വന്തം വീടായിട്ട് കരുതി. എന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞെങ്കിലും വിദ്യാഭ്യാസം ഞാൻ കണ്ടിന്യൂ ചെയ്തു, ജോലിയിൽ പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ ഞാനൊരു സൂപ്പർ വൈഫോ സൂപ്പർ അമ്മയോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഹാപ്പി വൈഫാണ്, ഹാപ്പി മദറാണ്. ഇപ്പം ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന റോള് ഗ്രാൻഡ് മദറിൻ്റെ റോളാണ്. പക്ഷേ ഗ്രാൻഡ് മദറിൻ്റെ റോളിലേക്ക് വന്നപ്പോൾ വലിയൊരു മാറ്റം വന്നു. ഞാൻ അമ്മയായപ്പോഴും ഭാര്യയായപ്പോഴും എനിക്ക് മുമ്പുള്ള തലമുറയിൽപ്പെട്ട ആളുകൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. പക്ഷേ ഗ്രാൻഡ് മദർ റോളിലേക്ക് വന്നപ്പോൾ ഒരിക്കലും എൻ്റെ അമ്മ ചെയ്ത ഗ്രാൻഡ് മദർ റോളല്ല ഇപ്പം ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ലോകത്തുണ്ടായ വലിയൊരു മാറ്റമാണ്. കൊച്ചുമക്കളെയൊക്കെ നോക്കി വീട്ടിൽ സമാധാനവും സന്തോഷത്തോടുകൂടി ഇരിക്കലായിരുന്നു പണ്ടത്തെ രീതി. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. നമ്മുടെ എല്ലാം മനസ്സിൽ ന്യൂജൻ ആളുകളെ പോലെ തന്നെ സ്വപ്നങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന യുവതലമുറ നമ്മുടെ ചുറ്റിലുമുണ്ട്. എല്ലാവരും അങ്ങനെയല്ലെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. പേരക്കുട്ടികളൊരു വീക്ക്നെസ് ആയതുകൊണ്ട് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ പേരക്കുട്ടികൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഗ്രാൻഡ് പേരൻസും ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഗ്രാൻഡ് പാരൻസ് പണ്ടുകാലത്തെ ഗ്രാൻഡ് പാരൻസ് പോലെ അല്ല. ഈ DMT എന്നുള്ളൊരു പുസ്തകത്തിൽ പറയുന്ന പോലെ പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഈ പേരക്കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. മിക്കവാറും ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോഴല്ലേ. വീട്ടിലധികം ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പേരക്കുട്ടികളുടെ സാമീപ്യം അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ബാക്കി റിലേഷൻഷിപ്പ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പലതും നമുക്ക് സന്തോഷം തരുന്നതല്ല അല്ലേ. അതായത് മനുഷ്യരങ്ങനെയായിട്ട് മാറി. അവനവൻ്റെ സന്തോഷം, അവനവൻ്റെ താല്പര്യം, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നൊരു സ്ഥിതിയിൽ നിൽക്കുന്ന ആളുകളാണ് പലരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ ഈ നിഷ്കളങ്കരായ, നമ്മളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന, യാതൊരു കാപ്പട്ടിയും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു അപൂർവ അവസരമാണ്. ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് വിവാഹ ഒരുക്ക സെമിനാറുണ്ട്. അതുകൂടാതെ പാരൻറ്റിങ് സെമിനാറുകളുണ്ട്. അടുത്ത കാലത്ത് വന്നിരിക്കുന്ന വലിയൊരു മാറ്റമുണ്ട്. ഗ്രാൻഡ് പേരൻസിന് വേണ്ടിയും സെമിനാറുകൾ നടത്താൻ തുടങ്ങി. അടുത്ത ദിവസം എനിക്ക് ഇവിടെ അടുത്തുള്ള സെയിൻറ്റ് പോൾസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ അങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്. ഗ്രാൻഡ് പേരൻസിനോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാൻഡ് പാരൻ്റ് റോൾ ഇപ്പോൾ കുറച്ച് ചലഞ്ചിങ് ആയി. ഒരു ഭാഗത്ത് പേരക്കുട്ടികളോടുള്ള സ്നേഹം, അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴുള്ള സന്തോഷം, മറുഭാഗത്ത് ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ ഗ്രാൻഡ് പാരൻസിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സ്വപ്നങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് മുഴുവൻ സമയവും പേരക്കുട്ടികളുടെ കൂടെ ചെലവഴിക്കുക എന്നുള്ളത് സത്യത്തിൽ ഇഷ്ടമുള്ള കാര്യമല്ല. ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോണത് നമുക്കെങ്ങനെ ഒരു ഹാപ്പി ഗ്രാൻഡ് പാരൻ്റ് ആയിട്ട് മാറാം. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഗ്രാൻഡ് പാരൻ്റ് റോളും പാരൻ്റ് റോളും 2 വ്യത്യസ്ത റോളുകളാണ്. ഒരിക്കലും ഒരു ഗ്രാൻഡ് പാരൻ്റ് ആകാൻ ശ്രമിക്കരുത്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് പാരൻസാണ്. അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, അവരെങ്ങനെ വളരണം, അവരുടെ രീതികൾ എന്തായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പാരൻസാണ്. പലപ്പോഴും എന്ത് പറ്റുമെന്നോ, ചില ഗ്രാൻഡ് പാരൻസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ചില ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്യണം. അതായത് സ്വന്തം സന്തോഷത്തിനും ആരോഗ്യത്തിനും സമയം നീക്കിവെച്ച് ബാക്കിയുള്ള സമയമാണ് പേരക്കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടത്. അപ്പോൾ അവിടെ ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടണം തീർച്ചയായിട്ടും തീരുമാനിക്കണം. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കരുത്.
എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. റിട്ടയർ ചെയ്തപ്പോൾ അവർ തന്നെ മക്കളോട് പറഞ്ഞു, പേരക്കുട്ടികളെ ഞാനിനി നോക്കിക്കോളാം, രാവിലെ ഇവിടെ കൊണ്ടുവന്നാക്കിയാൽ മതി. അപ്പോൾ അവരവിടെ പേരക്കുട്ടികളെ നോക്കാനൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷേ ഇവിടെ ഗ്രാൻഡ് പാരൻസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്തായാലും ആ സിസ്റ്റമൊക്കെ അവിടെ അവസാനിപ്പിച്ച് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് ആക്കും, പിന്നെ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കുട്ടികളെ നോക്കുക എന്നുള്ളത്. വൈകുന്നേരം എന്ത് പറ്റുമെന്നറിയാമോ? ഇവർ വരാൻ വൈകും. ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് പേരൻസ് ആണല്ലോ നോക്കുന്നത്, അപ്പോൾ പിന്നെ ഓടിപ്പടഞ്ഞ് വരേണ്ട ആവശ്യമില്ലല്ലോ. ശനി ഞായറും അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വീണ്ടും കൊണ്ടുവന്നാക്കും. എൻ്റെ സുഹൃത്തിനാണെങ്കിൽ എങ്ങും പോകാൻ പറ്റില്ല. നമ്മൾ വല്ല പരിപാടികളൊക്കെ നടത്തി കഴിയുമ്പോൾ വരാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ചോദിക്കും, അവരോട് ഒരു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞൂടെ? അതെങ്ങനെ ശരിയാവും? ഇതൊക്കെ അവർ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കാൻ മനുഷ്യർ തയ്യാറാവില്ല. ഇവിടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ചില തെറ്റായ തീരുമാനങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ വേറെയും ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾക്കൊരു തോന്നൽ വരും, മക്കളുടെ കാര്യവും മര്യാദക്ക് നോക്കാൻ പറ്റിയില്ല, പ്രത്യേകിച്ചും ഉദ്യോഗത്തിലിരുന്ന ആളുകൾ. അപ്പോൾ അവരങ്ങോട്ട് തീരുമാനിക്കും, ഇനി പേരക്കുട്ടികളെ ശരിക്കും വളർത്തണം, മക്കളെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല, അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അപ്പം ഇനി പേരക്കുട്ടികളെ ആ ലെവലിലേക്ക് ആക്കണം. പണ്ട് മാതാപിതാക്കൾ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്, എനിക്കോ അതാകാൻ പറ്റിയില്ല, എൻ്റെ മക്കളെങ്കിലും അങ്ങനെ ആകണം. ഇന്ന് വന്ന് ഗ്രാൻഡ് പാരൻസും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, മക്കളെ അങ്ങനെ ആക്കാൻ പറ്റിയില്ല, ഇനി പേരക്കുട്ടികളെങ്കിലും അങ്ങനെ ആക്കണം. അതൊരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. മക്കൾ എന്നുള്ളത് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഗ്രാൻഡ് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഗ്രാൻഡ് പാരൻസിന് അവരുടെ നല്ല ലവിങ് കമ്പാനിയൻ ആവാം, മെൻറ്ററാകാം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ചെയ്യാവുന്നതേ, നമ്മുടെ ഫാമിലിക്ക് ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ടാവുമല്ലോ. അന്ന് നമ്മുടെ പാരൻസിനെ കുറിച്ച്, ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന പഴയ കാര്യങ്ങളില്ലേ, എൻ്റെ പേരക്കുട്ടിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ. എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, കഥ പറയൂ എന്ന് പറയുമ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ പണ്ട് കാലത്തുണ്ടായ അനുഭവങ്ങൾ കേൾക്കാനാണ്. അതൊക്കെ നല്ല രസമുള്ള കാര്യമല്ലേ, നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ ആയിരിക്കുമ്പോൾ ചില ആശയ സംഘടനകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നോട് ചെറുപ്പക്കാരികളായ അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ പ്രസവമെല്ലാം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകില്ലേ, ഒരിക്കൽ എന്നെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് എന്നും അവളുടെ ആ ഒരു ടെൻഷൻ പങ്കുവെക്കലാണ്. അയ്യോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മായിയമ്മ കുട്ടിയുടെ കാര്യത്തിലൊക്കെ ഇടപെടും, എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യണതല്ലേ? അവരുടെ കുഞ്ഞാണത്. പ്രത്യേകിച്ചും ഇന്നത്തെ മാതാപിതാക്കളൊക്കെ വളരെ പൊസസീവാണ്. കാരണം പണ്ടത്തെ പോലെ 5-6 കുട്ടികളൊന്നുമില്ല, 1-2 കുട്ടികളേ ഉള്ളൂ, പലർക്കും ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ആ കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ പൊസസീവാണ്. അതിനിടയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികളും കൊണ്ട് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇടപെടേണ്ട കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാവൂ. ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ മക്കളല്ലേ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അത് ഇടപെടലായിട്ട് മാറരുത്. ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കണം, അതാണ് ഇടപെടൽ. എന്നാൽ സജഷൻസ് ആവാം, എൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഫൈനൽ തീരുമാനം അവരെടുത്തോട്ടെ. കാരണം അവരാണല്ലോ ഇനി മക്കളുടെ കൂടെ കുറേ കാലം ജീവിക്കാനുള്ളത്. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ളത് അവരാണ്. നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകാതെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഗ്രാൻഡ് പാരൻസിന് ചെയ്യാവുന്ന വലിയൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്കറിയാം, ഈ മനുഷ്യ ശിശു ആദ്യം വളരെ ഹെൽപ്ലെസ് കണ്ടീഷനിലാണ്. മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെയാണ് ഈ മനുഷ്യ ശിശു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലൂടെയാണ് വലിയ സംഭവങ്ങളായിട്ട് മാറുന്നത്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക വികസനം. ഒരു വ്യക്തി ലോകത്തെ എങ്ങനെ കാണുന്നു, മനസ്സിലാക്കുന്നു, ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, അതെല്ലാം ഈ വൈജ്ഞാനിക വികസനം അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അയാളിൽ സംഭവിക്കുന്നത്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, വൈജ്ഞാനിക വികസനം. ജീൻ പിയാഷെ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്ന വൈജ്ഞാനിക വികസനത്തിൻ്റെ 4 ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്.
അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആദ്യത്തെ 2 വർഷങ്ങളാണ്. അതിനെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയും. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ എന്താ ചെയ്യണമെന്നോ, ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ കാണുന്നു, മനസ്സിലാക്കുന്നു. ഈ സമയത്ത് ഗ്രാൻഡ് പാരൻസിന് പലതും ചെയ്യാൻ പറ്റില്ലേ. എൻ്റെ കൊച്ചുമോളുടെ കൂടെ കഴിയാൻ അവസരം കിട്ടിയപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ മിക്കവാറും അവളെ പുറത്തൊക്കെ കൊണ്ടുപോകും കേട്ടോ. കോവിഡ് ആയിരുന്നത് കൊണ്ട് കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പുറത്തൊക്കെ ഒന്ന് കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കുഞ്ഞ് വളരെ കൗതുകത്തോടു കൂടി അതൊക്കെ നോക്കിക്കാണും. അത് കഴിഞ്ഞ് പിന്നെ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയപ്പോൾ അവളെയും കൊണ്ടൊക്കെ പലപ്പോഴും പുറത്തു പോകുമായിരുന്നു. ഇത് കഴിഞ്ഞാൽ 2 തൊട്ട് 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. ഈ സ്റ്റേജിലാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കാൻ തുടങ്ങുന്നത്. ഈ സമയത്ത് ഗ്രാൻഡ് പാരൻസിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അല്ലേ. പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിപ്പിക്കാം, അവരോട് ധാരാളം സംസാരിക്കാം, കുഞ്ഞുങ്ങളോട് നല്ല ഭാഷ പറയുക. ചിലർ കൊഞ്ചിച്ച് ഉച്ചാരണങ്ങളൊക്കെ വികലമാക്കും. അതിൻ്റെ ആവശ്യമില്ല. അവരോട് നല്ല ഭാഷയിൽ സംസാരിക്കുക, നല്ല പെരുമാറ്റ രീതികൾ പഠിപ്പിക്കാം. ഇന്നത്തെ ചെറുപ്പക്കാരായ മാതാപിതാക്കൾക്ക് പലപ്പോഴും ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കണമെന്ന് സമയം കിട്ടാറില്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ സമയം കണ്ടെത്തുക. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. 7 തൊട്ട് 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയും. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന രീതികളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ പാരയായിട്ട് മാറുന്നത് നമ്മുടെ ചില ചിന്താരീതികളാണ്. അപ്പോൾ ശരിയായ ദിശയിൽ ചിന്തിക്കാനുള്ള ഒരു പരിശീലനമൊക്കെ ഗ്രാൻഡ് പാരൻസിന് കൊടുക്കാൻ പറ്റും. അവർ ഈ കൂടുതൽ ഉത്കണ്ഠ വളർത്തുന്ന, പേടി ഉണ്ടാക്കുന്ന ചിന്തകൾ അവരിൽ ഒരിക്കലും വളരാൻ ഇടയാകരുത്. മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ചിന്തകൾ, എന്ത് ചെയ്യാൻ പോകുമ്പോഴോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അതിന് പകരം എങ്ങനെ ചെയ്യണമെന്ന് അവരോട് പറയുക. അവിടെ നമ്മളൊരു ഹോംവർക്ക് ചെയ്യണം. കാരണം കുഞ്ഞിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ്. അവർ പിന്നീട് ആത്മവിശ്വാസമുള്ളവരായിട്ട് വളരാൻ, ബോൾഡായിട്ട് വളരാൻ, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാത്തിനും സഹായിക്കുന്ന രീതിയിലുള്ള ചിന്താരീതികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർ തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ, ആ തീരുമാനങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറാവണം. ഈ വൈജ്ഞാനിക വികസനത്തിൽ ഗ്രാൻഡ് പാരൻസിന് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. 4ാമത്തെ കാര്യം, പേരക്കുട്ടികൾക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കരുത്. അവർക്ക് വേണ്ടി പണം ഇപ്പം ചെലവഴിക്കുക. എന്താണെന്ന് ഞാനത് പറയാൻ കാര്യം, ചിലർ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മളെ അഡ്വൈസ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉടനെ അവർ പറയും ഇത് നിങ്ങൾ പേരക്കുട്ടികൾക്ക് വേണ്ടി ചെയ്തു വെക്കുക, അവർക്ക് പിന്നീടത് പ്രയോജനപ്പെടും. പിന്നീട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഇപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്കും അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക. അവരെയും കൂട്ടി യാത്രകൾക്ക് പോവാം. അത് അവരുടെ ബൗദ്ധിക വികസനത്തിൻ്റെ ഒരു ഭാഗമാണ്. നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാം, അവരിഷ്ടപ്പെടുന്ന സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാം. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉപയോഗിച്ച് സന്തോഷിക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ. ചിലർ വേറൊരു പണി ചെയ്യും കേട്ടോ, സ്വർണ്ണമൊക്കെ വാങ്ങി വെക്കും. ഇവരുടെ വിവാഹ സമയമൊക്കെ ആകുമ്പോൾ സ്വർണത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചിടുമല്ലോ, സ്ഥലമൊക്കെ വാങ്ങിയിടും. ഞാൻ ആലോചിക്കുമ്പോൾ ഈ സ്ഥലം വാങ്ങലൊക്കെ അത്ര ബുദ്ധിപരമായ തീരുമാനമാണോ? നമ്മളെന്താ ചിന്തിക്കുന്നത്, കുറേ കഴിയുമ്പോൾ ഈ സ്ഥലത്തിന് വില കൂടും, അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. പലപ്പോഴും ഒരു കാലത്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഒരു അത്യാവശ്യ സമയത്തല്ലേ നമ്മളിത് വിൽക്കുകയുള്ളൂ. അത്യാവശ്യമായിട്ട് വിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വില കിട്ടിയെന്നിരിക്കില്ല. പിന്നെ അങ്ങനെ ഒരു ഏർജൻസി വന്നില്ലെങ്കിൽ നമ്മളിത് വിൽക്കുകയില്ല. ഈ പ്രോപ്പർട്ടിയൊക്കെ പിന്നീട് ഈ വരുന്ന ജനറേഷന് ബാധ്യതയായിട്ട് മാറാറുണ്ട്. ഇതൊക്കെ നോക്കി നടത്തൽ, അവർ പലപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ബുദ്ധിപരമായ തീരുമാനം, നമുക്കും പേരക്കുട്ടികൾക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക. എൻ്റെ പേരക്കുട്ടി എൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഞാൻ ഫുൾ ടൈം ഒരാളുടെ സപ്പോർട്ട് ഉറപ്പാക്കി അതിന് പണം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്താ ഗുണമെന്നറിയാമോ? ഞാൻ വളരെ റിലാക്സ്ഡായി. സ്ത്രീ സഹജമായ പല ജോലികളിൽ നിന്ന് ഞാൻ ഒഴിവായി. എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല, എൻ്റേതായിട്ടുള്ള കുറേ താല്പര്യങ്ങളുണ്ട്, അതിന് സമയം കണ്ടെത്താൻ പറ്റി. അങ്ങനെ ഞാൻ ഒരു ഹാപ്പി ഗ്രാൻഡ് മദറായി മാറി. പിന്നെ കൊച്ചുകുട്ടികൾക്ക് ഈ മാലകൾ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. സൈക്കിൾ ചവിട്ടാറാകുമ്പോൾ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെ പലതും ചെയ്യാൻ പറ്റും. 5ാമത്തെ കാര്യം എന്താണെന്നോ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മനുഷ്യൻ്റെ മാനസികാരോഗ്യം തന്നെ തകരാറിലായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പണ്ട് മാനസികാരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല.
എഴുത്ത്, വായന, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകൽ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കാനുണ്ട്. ഇതിലെല്ലാം ഗ്രാൻഡ് പാരൻസിനെ കൊച്ചുമക്കൾക്ക് മാതൃകകളാവാം. മാതൃകകളോളം അവരെ സ്വാധീനിക്കുന്ന വേറൊരു കാര്യമില്ല. അപ്പോൾ ഗ്രാൻഡ് പാരൻസിനെ സംബന്ധിച്ച് അവർക്ക് ഇതിനെല്ലാം സമയമുണ്ടാകും. ആറാമത്തെ കാര്യം, ഗ്രാൻഡ് പാരൻസിന് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമുണ്ട്. കുട്ടികളോടൊപ്പം കളിക്കുക, അവരുടെ കൂടെ ആടുക, പാടുക, പിന്നെ കളികളിൽ ഏർപ്പെടുക. അവർക്ക് എത്ര ഇഷ്ടമാണെന്നറിയാമോ? പലപ്പോഴും ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ചെയ്യുന്നതും എന്താ, അവരും മിക്കവാറും ഈ സോഷ്യൽ മീഡിയയിലായിരിക്കും. കുട്ടികളുടെ കൂടെ ആയിരിക്കുന്നതിന് അത് വലിയ തടസ്സമായിട്ട് മാറാറുണ്ട്. ആ ഒരു ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടാവണം. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുട്ടികളുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ആടാനും പാടാനും ഒക്കെ സമയം കണ്ടെത്തുക. അവർ പെട്ടെന്ന് വളർന്നു പോകൂലേ, നമുക്കത് മിസ് ചെയ്ത് പോകാനിടയാകരുത്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നോ, നമ്മൾ ജീവിതത്തിലെ പല റോളുകളിലൂടെ കടന്നുപോയി ഇപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ റോളിൽ വന്ന് നിൽക്കുകയാണ്. മിക്കവാറും ഇനി അങ്ങോട്ട് വലിയ റോളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാട്ടില്ലേ, അതിൽ അവസാനം ഒരു വരിയുണ്ട് കേട്ടോ. മഞ്ഞിതിലൊടുവിൽ നീ മണ്ണായി മറഞ്ഞാലും മറയില്ല പാരിൽ നിൻ പാവന സ്നേഹം. എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ആ പാട്ട് വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുമല്ലേ. എന്തായാലും നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും എന്നും ഓർത്തിരിക്കാനുള്ള ചില അനുഭവങ്ങൾ നൽകാൻ നമുക്കാവട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഗ്രാൻഡ് പാരൻസിനും ഗ്രാൻഡ് പാരൻസ് ആകാൻ പോകുന്നവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച വേറൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്